അണക്ക് കൂടല്ലടാ മഴ, അടിപൊളി മഴ, അടിപൊളി മഴയായി. മഴ നനയണ്ടാ, മഴ നനയണ്ട. എന്നാ അതാ നല്ല കയ്യാണ്, ഒന്നാകെ പോയി. അതെടുത്തോ? എടുത്തിട്ട് എന്താ അരിഞ്ഞതായി പോയി. അരിക്കൂടെ ചേർത്താ മതിരാ. ആ തെങ്ങ് തോട്ടിക്ക് ചാഞ്ഞ് അതിമ തേങ്ങ ഉണ്ടല്ലേ. അവിടെ അതല്ല, അത് വീണിക്കണ് നോക്കി. ഇത്ര കോട്ട അടിപൊളി. ഞാനത് നോക്കിയപ്പോ കാണാനില്ല അവിടെ. ആ കല്ല് എടുത്താൽ മതിയായിരുന്നില്ലേ, അവിടെ ഇരിക്കുന്നായിരുന്നു വീട്ടില്. ചോപ്പനും ഭാര്യയും വന്നിട്ടുണ്ടായിരുന്നു. അന്ന് മറ്റേ നീർനായകൾ ഇവിടെ നിൽക്കുമ്പോ 5-8 നേരക്കുണ്ട് വന്നിട്ടേ ഓടി. അന്ന് ഞാൻ രാവിലെ ഒരു 11 മണി വരെ 2 മണിക്ക് വീഡിയോ പിടിച്ച് തോടിന്റെ. ഇവിടുന്ന് ഭയങ്കര സിനിമയിലുമായിരടോ. അവിടുന്ന് കണ്ട് വന്നിട്ടാ ഒരു ടീം അങ്ങോട്ട് കരയ്ക്ക് കയറി. അപ്പണ്ട് അതിന്റെ പിന്നിൽ കൂടെ വന്ന ആൾക്കാര്, ആദ്യം വന്ന 2 കുട്ടികളാണ്. അവര് ഇവിടെ നിന്ന് തിന്നടിച്ചോ, മറ്റവരുണ്ട് അവിടെ നിന്ന് ഓടിച്ചവരുണ്ട്. ഈ നീർനായുള്ളവരാണ് മീൻ ഞണ്ടൊന്നുമില്ല. ഇങ്ങനെ വീഴ്ച കൊടുത്ത് അങ്ങനെ ഇങ്ങനെ ഇതാക്കിട്ട് നായ്ക്കള് ഇതായിട്ടില്ല. ഞാൻ കണ്ടില്ല സാധനത്തിന്. കണ്ടില്ലേ? വീഡിയോ എടുക്കണ്ടേ? ഞാൻ വീഡിയോ ഇതിലുണ്ടായിരുന്നല്ലോ, ഫേസ്ബുക്കിലൊക്കെ ഇട്ടുണ്ടായിരുന്നല്ലോ. കണ്ടില്ല. ഇതിലുണ്ട് ഇപ്പൊ. നീർനായനെ കാണണം, കണ്ടില്ല ഞാൻ. അവിടെ ഒഴുക്കും കണ്ടല്ലേ, അപ്പൊ അങ്ങോട്ട് ഇട്. വെറുതെ വെട്ടിക്ക, ആൾക്കാരെ കാണിക്കാൻ വേണ്ടിട്ട്. അവര് അവിടെ അതുവരെ പോയിട്ട് ഇങ്ങനെ തിരിച്ച് മുങ്ങി തപ്പിക്കാര് ഇങ്ങോട്ട് വന്നാ ആര് പറഞ്ഞു? ഇവിടെ നല്ല മീൻ ഇങ്ങനെ കിടന്ന് വലിയുന്ന. ഞാൻ കുടിക്കാൻ കൊടുക്കണ. ഞാൻ പോട്ടെ, പാപ്പ പൊളിക്ക് ചീത്തറി. മഴ മാറിയില്ലേ? നിങ്ങൾ നിൽക്കി, ഞാൻ പോട്ടെ. അതെന്ത് പോക്കടെ? അതാ വരുന്ന നല്ല മഴ. അടിപൊളി അടിപൊളി മഴ. അയ്യയ്യേ. കടയിൽ ഇരുന്നിട്ടല്ലേ? ഞാൻ ഇവന്റെ കൊത്ത് 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 എന്നിട്ട് വന്നത്. ഇവിടെ എവിടെ ഒരു മീനെ പോലും കാണാനില്ല. ഒരു ഏരിയ കൂടിയല്ല പോണ്. എവിടെ മീനെ വിളിച്ചല്ലോ, ഒന്ന് കിട്ടിയ ഒരു മാല കിട്ടിയ. മാലാനെ അതിൽ മുറിച്ചിട്ട് ഒക്കെ പഠിക്കണം അല്ലേ, മീൻ പിടിക്കലും ഒക്കെ പഠിക്കണം. ഈ മഴ എനിക്ക് ചെയ്തേക്ക് കാണാൻ മഴയോ. ആ കിളിയാണ് മഴ ഉണ്ടോ നോക്കി എടുത്ത് അല്ലെ ഇൻകമ്പീന്ന് അതിന് കിട്ടുകയും ചെയ്തില്ല.
സൂം ചെയ്യണം. സൂം ചെയ്താൽ ക്ലിയർ ഉണ്ടാവില്ല. ഇവിടെ പോരട്ടാ, നനിയുണ്ട് പുറമൊക്കെ. വെള്ളത്തിന്റെ മണം അടിച്ച വെള്ളം ഉപ്പ് ഉണ്ടാവില്ല അല്ലേ മഴ ചെയ്തിട്ട്? അക്കാനൊന്നുമില്ല, വെള്ളം കണ്ടാ അറിയാലോ ഉപ്പില്ല. സംശയം നമുക്ക് ഇത് നക്കി വെക്ക്. ഇനിയിപ്പോ എടുത്ത് വെക്കുന്ന അപ്പൊ മഴയൊക്കെ പെയ്തല്ലേ അതിനുള്ളിൽ കയറി ഉണ്ടാവും. എന്നാലും ആദ്യം എടുത്ത ഫൗളായിപ്പോയി. അതെ, ഞങ്ങളിവിടെ ക്യാമറ ഒക്കെ പിടിച്ചിരിക്കുമ്പോ നിങ്ങളൊന്നും കാണില്ല, അവിടെ എടുത്തേക്കത്. ആ കുളത്തായ്മ കുളത്തി വെച്ചാട്ടോ കാൽമ കയറണ്ടേ. നല്ല കൂടി കുറവുണ്ടായിരുന്നു അതില്. ഇങ്ങോട്ട് തിരിഞ്ഞോ അതാ അതിന്റെ വണ്ടിയിൽ കോട്ടുണ്ടായിരുന്നോ? എന്താ വണ്ടിയിൽ കോട്ടുണ്ട്. വണ്ടി അതാ ഇവിടെ ബോസിന്റെ അവിടെ. ആരാ മഴയിൽ ഒരാൾ വരുന്നുണ്ടല്ലോ. അത് നേരത്തെ പോയ ചങ്ങാതി ഞണ്ടുപോലിട്ടുണ്ട് എടുക്കണാണ്. നമുക്കെടുത്ത് ഞണ്ടെന്ന് വെച്ചാൽ നമുക്ക് കാശെടുത്ത് വാങ്ങാലോ. ഞണ്ട് വീടെടുക്കാൻ പറഞ്ഞ് മുപ്പൊരു ആകെ ഓരോന്നിട്ടുള്ളല്ലോ. പിന്നെ എവിടെ ഇട്ടേ? അതാ ആ ചെറുക്കൊരു കുപ്പി. ആ കുപ്പികളൊക്കെ മുപ്പരിട്ടുള്ള വല്ല എന്താ എടുക്കല്ലേ? ഇത് ആദ്യം എടുത്ത് കേട്ടാ നിക്കടെ. എടുക്കാറായില്ല. ഇവിടെ നിന്ന് തുടങ്ങുള്ളൂ അങ്ങോട്ട് പോക്ക്. നമുക്ക് കിട്ടില്ലേ. തിരിക്കണതൊന്നും കാണണം വഞ്ചിയിലെ രസമായിട്ട് തിരിക്കുന്നല്ലേ. അയ്യോണ്ട് എങ്ങനെയാ പറഞ്ഞു? ഇങ്ങനെയാണ് വണ്ടി തിരിക്കുക, വഞ്ചി തിരിക്കുക. അപ്പൊ കണ്ടില്ലേ, ഇതാ നമുക്ക് കണക്കാക്കിട്ട് പോസ് ചെയ്തിട്ടുണ്ട്. പൊക്കുക അതിലൊന്നും ഉണ്ടാവില്ല, അതിലൊന്നും ഉണ്ടാവില്ല, അതിലൊന്നും ഇല്ല. കണ്ണ് വെച്ചേ കുടുങ്ങി. അതാ വരുന്നടുത്ത് മനുഷ്യന്മാർ പണിക്ക് പോകണ്ടെങ്കിൽ അന്ന് ഒരു മഴയില്ല. ഇനി പണിയില്ലാതെ ഒന്ന് പുറത്തിറങ്ങിയപ്പോ അതാ മഴ. ഞാൻ കുടുങ്ങിയ കൊടുക്കലാണ് ഇപ്പോ. ചീത്തേക്കും. പിന്നെ ഈ ഒരു അരമണിക്കൂറിന് പിന്നെ ഓടി വരണം. ആന്ന് ഞാൻ ഈ പയ്യന്റെ ഭർത്താവ് വന്നാണ്. എന്റെ മീനെ കണ്ടിട്ട് പോലെ വെച്ച് വന്നാണ്. ആ അതിലുണ്ട്. അതിലും ഇല്ല. എന്താണ് നീ എവിടെ ഇട്ട്? ഇതെല്ലാം ഇറങ്ങിയിട്ടിരുന്നു. അറച്ച് വെള്ളണ്ട്. ആ ഉണ്ട്. പോവാടാ അവിടുന്ന്. മൈദപ്പൊടി ഇട്ട്. എന്താണ് എന്താണ് അതിന് ഇതിന് ഇങ്ങോട്ട് അങ്ങോട്ട് മീൻ പോവല്ലോ ഇതിന്റെ ഉള്ളിൽ നിന്ന്. അറിയില്ല. നീ ഇങ്ങോട്ട് തന്നെ വരില്ലേ? മറ്റോ ഇട്ടിരുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാലേ ഇങ്ങനെ നിക്ക. മീൻ വരുമ്പോ ഇങ്ങനെ തുറക്കും, പിന്നെ ഇങ്ങോട്ട് തന്നെ ആവും. അങ്ങനെ ആക്കിയിരുന്നു. അരിഞ്ഞരിഞ്ഞിട്ട് അതാണ് ഞങ്ങൾ പറയുമ്പോ ആരാണ് മനസ്സിലായില്ല. ദരിദ്രവാസം വിളി വന്ന് കസ്റ്റമർ കെയറാണ്. ഹലോ, അതെ
വേണ്ട. എന്താണ് പ്രശ്നം ഇപ്പൊ? കല്ല് ഒഴിവാക്കിയോ? അത് അവിടെ ഒരു ഓട്ട ആക്കിയാൽ മതി സൈഡിൽ കൂടെ, എന്നിട്ട് ആ കയർ ഇങ്ങോട്ട് വലിച്ചാൽ മതിയല്ലോ. ഇതിപ്പോ കൈ വെച്ചു കൊടുത്തൊരു ഓട്ടം ഉണ്ടാക്കുക അവിടെ, ആ തലയ്ക്ക നീ വിരൽ വെച്ച് കൊടുത്ത അവിടത്തേക്ക്, അവിടെ തന്നെ. ആ കയറ് ഇങ്ങനെ വലിച്ചിട്ടുണ്ടെങ്കിൽ കയറൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെ വരുമോ? ആ കെട്ട് ആ മൊത്തം അയക്കടാ, എന്നിട്ട് ഇവിടുന്ന് ഈ ഒരു കയറ് ആദ്യം കയറ്റി. അതല്ല, ഈ ഫസ്റ്റ് കയറുണ്ടല്ലോ ഇവിടുന്ന് അങ്ങോട്ട് പോണേ, ആ അത് കയറുണ്ടാക്കി. നീ കെട്ടിയല്ലോ ഇപ്പൊ. ഇതിങ്ങനെ വലിച്ചാ കെട്ട് അവിടെ കുടുങ്ങൂടാ, അപ്പൊ പിന്നെയും വലിയ ഓട്ടയോ. അത് അവിടെ നിന്ന് അയച്ചിട്ട് ഇവിടുന്ന് അങ്ങോട്ട് കെട്ടാൻ പറ്റുമോ? ഈ കയറ് നീ എവിടെ കെട്ടിയല്ലോ ഇപ്പൊ, അത് അയക്കി. അത് രണ്ട് മീനെ പിടിച്ചിട്ട് കണ്ടിട്ട് പോകാൻ പറ്റുമോ?